ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്ത 12 വാഗ്ദാനങ്ങളിലൊന്നാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭക്തി വർദ്ധിപ്പിക്കാൻ യത്നിക്കുന്നവരുടെ പേര് എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും, അതൊരിക്കലും മായ്ക്കപ്പെടുകയില്ല എന്നത്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഒരുവന് അത് പ്രകടിപ്പിക്കാനും പരസ്യപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് പരസ്യവും പ്രകടനവും പ്രഘോഷണവും ദൃഢമായിരിക്കും. ആഴമായ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതൊന്നും ഫലം നൽകാതെ അഴുകിപ്പോവുകയില്ല. തിരുഹൃദയത്തോട് ആഴമായ ഭക്തി പ്രകടിപ്പിക്കുകയും ആ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പാലാ രൂപതയിൽ സേവനം ചെയ്ത ഒരു ഇടവക വൈദികനായിരുന്നു ബഹുമാനപ്പെട്ട കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനായ ആ പുണ്യചരിതൻ ഇന്ന് തിരുഹൃദയ സഹോദരിമാർ എവിടെയൊക്കെയുണ്ടോ അവരിലൂടെയെല്ലാം ജീവിക്കുന്നു. കദളിക്കാട്ടിൽ മത്തായി അച്ഛനിൽ വിളങ്ങി നിന്നിരുന്ന തിരുഹൃദയ ഭക്തിയും ജീവിത വിശുദ്ധിയും പ്രേക്ഷിത ചൈതന്യവും അനുഭവിച്ചറിഞ്ഞ തിരുസഭ അദ്ദേഹത്തെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. ഇന്നുവരെ തിരുസഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവരൊക്കെ ക്രിസ്തുവിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നവരും ആ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞവരും വിശ്വാസത്തിനു വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചവരുമാണ്. അതുകൊണ്ടാണ് അവർ മരിച്ചിട്ടും ഇന്നും അൾത്താരയിലും നമ്മുടെയൊക്കെ ഹൃദയത്തിലും ജീവിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ക്രിസ്തുവിൻ്റെ ഹൃദയഭാവങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അവിടുന്ന് തൻ്റെ ഹൃദയത്തിൽ നമ്മുടെ പേര് രേഖപ്പെടുത്തണമെന്നില്ല. അതുപോലെ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും പതിയെ പതിയെ എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് മായുകയും ചെയ്യും. വിശുദ്ധ കുർബാന മധ്യേ ശുശ്രൂഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. ഈ തിരുഹൃദയ മാസത്തിൽ ആഴമായ വിശ്വാസത്തോടെ നിഷ്കളങ്കവും നിർമ്മലവുമായ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമേ.